പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ ഫാക്ഷനായ ബ്ലഡ് ലൈനിലേക്ക് പുതിയ മെമ്പർ വരുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. റോമൻ റെയിൻസിൻ്റെ ഒരു പിക്ചർ ഇതിനോടകം തന്നെ നിങ്ങളിൽ പല കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ആ ഒരു പിക്ചറിന് ശേഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം, അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേയധികം കൂട്ടുകാർ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇനി പങ്കുവെക്കാൻ പോകുന്നത്. റോമൻ റെയിൻസും അദ്ദേഹത്തിൻ്റെ കസിനായ ജെയ്സൺ അനോയും കൂടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്നുള്ള രീതിയിൽ റെസ്ലിംഗ് പേജുകളിൽ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫോട്ടോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ജെയ്സൺ അനോയ് എന്ന് പറയുന്ന റോമൻ റെയിൻസിൻ്റെ കസിൻ അമേരിക്കയിലെ ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രോ റെസ്ലിങ്ങിൽ ഡെബ്യൂ നടത്താൻ പോകുകയാണ് എന്നുള്ളത്. അതായത് പ്രോ റെസ്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന റോമൻ റെയിൻസിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു അംഗം എന്നുള്ളൊരു രീതിയിലാണ് ജെയ്സനെ ഇപ്പോൾ ആ ഒരു പിക്ചറിൽ നിന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ കൂടെ റോമൻ റെയിൻസിനെ വിസിറ്റ് ചെയ്ത് എടുത്ത ഒരു പിക്ചർ മാത്രമാണ്. അല്ലാതെ അതിന് പിറകിൽ റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് ആ ജെയ്സൺ അനോയ് എന്ന റെസ്ലർ വരുന്നതിൻ്റെ ഒരു സാധ്യത ഇല്ല. അതുപോലെ തന്നെ നിലവിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ ഒരു മെമ്പറിനെ ആഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. കൂടാതെ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏതെങ്കിലും ഒരു പുതിയ മെമ്പർ വന്ന് റോമൻ റെയിൻസിനെ രക്ഷിക്കുമോ എന്നുള്ള പല തലത്തിലുള്ള ഒരു സംശയം കൂട്ടുകാരുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൂമർ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് 100% സാധ്യതയുള്ളത്. എന്തായാലും ജിമ്മി ഉസോ, സോളോ സിക്കോവ തുടങ്ങിയവരുടെ ഒരു ഇൻ്റർഫിയറൻസ് മത്സരത്തിൽ ഉണ്ടാകും. ഒരു ഫേറ്റൽ ഫോർവേ ആയതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എൻഡിങ് മത്സരത്തിന് ഉണ്ടായിരിക്കില്ല. എന്നാൽ സർപ്രൈസ് ആയിട്ടുള്ള മറ്റൊരു എലമെൻ്റ് ആയിരിക്കും റോമൻ റെയിൻസിൻ്റെ വിജയത്തിലേക്ക് നയിക്കുക എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. LA നൈറ്റ്, AJ സ്റ്റൈൽസ് ഈ രണ്ട് റെസ്ലേഴ്സിൽ ആരെങ്കിലും ഒരാളെ പിൻ ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും റോമൻ റെയിൻസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുക എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് എന്തായാലും പുതിയ മെമ്പർ വരുന്നതിൻ്റെ യാതൊരുവിധ സൂചനയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി പുതിയൊരു മെമ്പർ വന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു റെസ്ലറുടെ പേര് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ റോമൻ റെയിൻസിൻ്റെ റോയൽ റംബിളിലെ ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.